ഹായ് ഹലോ നമസ്കാരം. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കണ്ടന്റ് നമ്മുടെ ട്രാവലിംഗ് ടിപ്സ് ആണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ വേറൊരു കാര്യം പറയട്ടെ. രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്, രണ്ട് കാറ്റഗറി പെടുന്ന ആൾക്കാരുണ്ട്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് എന്ത് ചെയ്താലും വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിപ്പോൾ ജീവിതത്തിൽ അവരുടെ കാര്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, അവർ പ്ലാൻ ചെയ്യും. ഈ വീക്കെൻഡ് എന്താ പരിപാടി എന്ന് വരെ നമ്മൾ 2 ദിവസം മുമ്പേ പ്ലാൻ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. ഇനി സെക്കൻഡ് കാറ്റഗറി ഓഫ് ആൾക്കാർ ലൈഫിനെ വളരെ അൺപ്ലാൻഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അതാണ് ഇഷ്ടം. അപ്പം ഈ ആദ്യത്തെ കാറ്റഗറി ഓഫ് ആൾക്കാർക്കാണ് ഈ വീഡിയോ. പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് ഈ വീഡിയോ. രണ്ട് തരത്തിലുള്ള ആൾക്കാരിലും തെറ്റൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അൺപ്ലാൻഡ് ആയിട്ട് പോകുമ്പം അതിൻ്റേതായിട്ടുള്ള രസമുണ്ട്, പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള വേറെ രസങ്ങളുണ്ട്. വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഒന്നും വിട്ടുപോകാതെ മറന്നു പോകാതെ എല്ലാം കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്, ഞാനൊരു ട്രാവൽ പ്ലാൻ ചെയ്യുമ്പം, ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, എങ്ങനെയാണ് ഞാനതൊന്ന് പ്ലാൻ ചെയ്ത് ടെൻഷൻ ഫ്രീ ആയിട്ട് എങ്ങനെ ട്രിപ്പ് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ആദ്യമേ തന്നെ നമ്മൾക്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഏത് ട്രിപ്പിന് പോയാലും നമ്മൾ കയ്യിൽ കരുതേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കുറച്ച് മെഡിസിൻസ്. അത്യാവശ്യമായിട്ട് ഒരു എമർജൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട മെഡിസിൻസ് നമ്മുടെ കയ്യിൽ വേണം. അതായത് പ്രത്യേകിച്ച് ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുമ്പോൾ എന്തായാലും ഒരു പനി വന്നാൽ പെട്ടെന്ന് കഴിക്കാനായിട്ടുള്ള മെഡിസിൻ വേണം. അതുപോലെ നമുക്ക് വോമിറ്റിംഗ്, ഡയേറിയ, ഇതൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് മെഡിക്കൽ സ്റ്റോറൊന്നും അവൈലബിൾ ആയെന്ന് വരില്ല, അല്ലെങ്കിൽ പോയി മേടിക്കാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള വളരെ അത്യാവശ്യം വേണ്ട മെഡിസിൻസ് നമ്മൾ ക്യാരി ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇനി സെക്കൻഡ് വൺ, ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. സ്ത്രീകൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സാധനമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് ഞാൻ കുറേ വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിപ്പോൾ ട്രാവലിങ്ങിനെന്നല്ല, ഞാൻ ചുമ്മാ പുറത്ത് പോകുമ്പോഴായാലും ഇത് ഞാൻ 1-2 എണ്ണം എൻ്റെ ബാഗിൽ എടുത്തിടും. അതായത് നമുക്ക് പബ്ലിക് ടോയ്ലറ്റ്സ്, യാത്ര പോകുമ്പോൾ പ്രത്യേകിച്ചും പബ്ലിക് ടോയ്ലറ്റ്സ് ഒന്നും എപ്പോഴും ഹൈജീനിക് ആയിട്ട് കിട്ടണം എന്നില്ല. അപ്പം നമുക്ക് ഏറ്റവും ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട് അത്യാവശ്യമായിട്ടൊന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനമാണിത്. ഇത് സ്റ്റാൻഡ് ആൻഡ് പീ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് പീബഡിയുടെയാണ്. പീബഡി അല്ലെങ്കിൽ സ്റ്റാൻഡ് ആൻഡ് പീ, ഇതാണ് ഇതിൻ്റെ പേര്. ഇത് സിറോണയുടെ ആണ്. ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പം ഒത്തിരി വർഷമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതിപ്പോൾ വേറെ കമ്പനികളുടെ ഉണ്ടോയെന്നും എനിക്കറിയില്ല. എന്തായാലും ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒത്തിരി വർഷമായി. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം നമുക്ക് പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പം അവിടെ ഇവിടെ ഒന്നും ടച്ച് ചെയ്യാതെ നമുക്ക് വളരെ നീറ്റായിട്ട് നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു ഫണൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് യൂറിൻ പാസ് ചെയ്യാം. 1 ടൈം യൂസ് ആണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് ഡിസ്പോസ് ചെയ്ത് കളയാം. അപ്പം ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നൈക്കയിലും എല്ലാം അവൈലബിൾ ആണ്. ഇത് ഒത്തിരി ആൾക്കാർക്ക് അറിയായിരിക്കും. എന്നാലും അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം പോയി മേടിച്ച് വെച്ചോ. പ്രത്യേകിച്ച് ഒരു ട്രാവലിന് പോകുമ്പോൾ എന്തായാലും ഇത് കയ്യിൽ കരുതുന്നത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ഒരു ഹാൻഡ് വാഷ്. അതും വളരെ ഒരു അത്യാവശ്യമായിട്ട് നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഇപ്പം റോഡ് ട്രിപ്പ് ആയാലും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ട്രാവൽ ചെയ്താലും നമുക്ക് പെട്ടെന്ന് അവിടെ നമ്മുടെ വാഷ്റൂമിൽ സോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, പെട്ടെന്ന് ഒന്ന് കൈ കഴുകണമെങ്കിൽ ഒരു ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് സോപ്പോ എന്തെങ്കിലും എടുത്ത് ബാഗിലിടുക. ഇതും വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഒരിക്കലും മറക്കില്ലെന്നറിയാം, എന്നാലും കയ്യിൽ കരുതേണ്ട കുറച്ച് സാധനങ്ങളാണ് നമ്മുടെ പേഴ്സ്, അതുപോലെ നമ്മുടെ ID കാർഡ്സ്,
ID കാർഡ്സ് ഒക്കെ മറക്കുക ചെയ്യരുത്. എപ്പോഴും ഒരു ID കാർഡെങ്കിലും കയ്യിൽ കരുതണം. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് സാനിറ്റൈസറും വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. അതുപോലെ സാനിറ്റൈസിങ് വൈപ്സും കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. നമുക്ക് നമുക്ക് സാനിറ്റൈസിങ് വൈപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഒന്ന് തുടച്ചിട്ടിരിക്കുമോ, ഇപ്പം ട്രെയിനിലാണെങ്കിലും അല്ലെങ്കിൽ പല സ്ഥലത്തായാലും സാനിറ്റൈസിങ് വൈപ്സിൻ്റെ ഉപയോഗം എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മാസ്കും കയ്യിൽ കരുതുന്നത് നല്ലതാണ്. അപ്പം ഈ വക സാധനങ്ങളൊക്കെ വളരെ അത്യാവശ്യമായിട്ട് ഏതൊരു ട്രാവലിനും കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഞാൻ എൻ്റെ ബാക്കി പ്ലാനിങ്ങിനെ കുറിച്ച് പറയാം. ഇനി ഞാൻ ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ ട്രിപ്പിന് വളരെ മുമ്പ്, ഒരാഴ്ചയൊക്കെ മുമ്പ് തന്നെ, ഒരാഴ്ചയോ 2 ആഴ്ചയോ നിങ്ങളുടെ ഇഷ്ടം, ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് എത്ര ദിവസത്തെ ട്രിപ്പ് ഉണ്ടോ ആ ഓരോ ദിവസത്തെയും ഞാനിങ്ങനെ ഒരു ബുക്കിൽ എഴുതി വയ്ക്കും. ഇത് ഡേ 1, ഡേ 2, ഡേ 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേജിൽ ഓരോ ഡേ എഴുതി വെക്കും. അപ്പോൾ ഡേ 1 എന്താണ് എഴുതുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നു ആ ഒരു സമയം വരെ എഴുതും. അപ്പോൾ ഏകദേശം നമുക്കൊരു എല്ലാത്തിനും ഒരു എസ്റ്റിമേറ്റഡ് ടൈം ഉണ്ടാവുമല്ലോ, എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും, അപ്പോൾ എത്ര മണിക്ക് നമ്മൾ എവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, എത്ര മണിക്ക് നമ്മൾ ഹോട്ടലിലെത്തും അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലെത്തും, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്ര മണിക്കെന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കും. ഈ എക്സാക്ട് ടൈമിലൊന്നും എത്തിയില്ലെങ്കിലും ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് ടൈമിലൊക്കെ നമുക്ക് എത്താനായിട്ട് സാധിക്കും. നമുക്ക് ട്രിപ്പ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ വേറൊരു സംഭവം കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ഡേ 1 ഓരോ മെമ്പേഴ്സിൻ്റെയും, അതായത് ട്രിപ്പ് നമ്മൾ പോകുമ്പോൾ എത്ര മെമ്പേഴ്സാണോ പോകുന്നത്, അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഞാനും ഹസ്ബൻഡും മോളും കൂടെയാണ് പോകുന്നത്. അപ്പം ഞങ്ങളുടെ 3 പേരുടെയും ഇടാനുള്ള ഡ്രസ്സ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഏത് ഡ്രസ്സ് ഇടണം, ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഡ്രസ് ചേഞ്ച് ഉണ്ടെങ്കിൽ അത്, അങ്ങനെ ഞാൻ ഓരോരുത്തരുടെയും ഈ ഡേ 1 എഴുതി വയ്ക്കും. അപ്പോൾ ഡേ 1 ഫുൾ പ്ലാൻ സെറ്റായി കഴിഞ്ഞു, ഇൻക്ലൂഡിങ് ഇടുന്ന ഡ്രസ്സ് വരെ. ഇനി ഡേ 2 അതുപോലെ തന്നെ. ഡേ 2 നമ്മൾ രാവിലെ എണീക്കുന്ന സമയം മുതൽ ഓരോ സമയവും ഞാൻ എഴുതി വയ്ക്കും. ഏകദേശം എസ്റ്റിമേറ്റഡ് ടൈമാണ് എഴുതുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം ചിലപ്പം, അത് പ്രശ്നമില്ല. അതുപോലെ തന്നെ നമ്മൾ അന്ന് ഇടാനുള്ള കോസ്റ്റ്യൂം, അതും അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ എത്ര ദിവസമുണ്ടോ അത്രയും ദിവസത്തെ കാര്യങ്ങളും ഞാൻ എഴുതി വയ്ക്കും. എസ്റ്റിമേറ്റഡ് ടൈമും അന്ന് ഇടാനുള്ള കോസ്റ്റ്യൂംസും നമ്മുടെ ലഞ്ച് പ്ലാനും ഡിന്നർ പ്ലാനും അതൊക്കെ എവിടെ നിന്ന് കഴിക്കണം എന്നൊക്കെ ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. അപ്പം ഇങ്ങനെയാണ് ഞാനിത് ഓരോന്നും എഴുതി വയ്ക്കുന്നത്. അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത്, വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹസ്ബൻഡും ഞാനും എൻ്റെ മോളും കൂടെയാണ് പോകുന്നത്. ഓരോ മെമ്പേഴ്സിൻ്റെയും ലിസ്റ്റ് സെപ്പറേറ്റ്, ഓരോ ആൾക്കാർക്കും ഉണ്ടാവുമല്ലോ, ലിസ്റ്റ് ഉണ്ടാവും. അപ്പം ഇവിടെ ഇപ്പോൾ എൻ്റെ ലിസ്റ്റാണ് ഈ 2 പേജസ് കംപ്ലീറ്റ്. അപ്പോൾ എൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിസ്റ്റാണ് ഞാൻ എഴുതാറ്. അതായത് അതിലിപ്പം കുളിക്കാനുള്ള ബാത്ത് ആക്സസറീസ് എന്നല്ല ഞാൻ എഴുതുന്നത്, ഷാമ്പൂ, കണ്ടീഷണർ, അതുപോലെ ഹെയർ സെറം, അങ്ങനെ ഓരോന്നായിട്ട് എഴുതുന്ന ശീലമുണ്ട്. അപ്പോൾ ഒന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഞാൻ എഴുതി വയ്ക്കും. അതുപോലെ എൻ്റെ മോൾക്ക് 9 വയസ്സായ മോളോട് വരെ അവളുടെ ലിസ്റ്റ് ഞാൻ ചോദിക്കും. അപ്പം ഞാനും എഴുതാൻ ഹെൽപ്പ് ചെയ്യും. കൂടെ അവൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ സാധനങ്ങൾ, എന്തെങ്കിലും ബുക്ക് വായിക്കാൻ എടുക്കണമെങ്കിലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ എഴുതി വയ്ക്കും. അപ്പം ഈ ലിസ്റ്റിൽ ഈ 3 പേരുടെയും സെപ്പറേറ്റ് ലിസ്റ്റ് കൂടാതെ ഞങ്ങൾക്കൊരു കോമൺ ലിസ്റ്റ് ഉണ്ട്. ഈ കോമൺ ലിസ്റ്റിൽ വരുന്നതാണ് മെഡിസിൻ, അതുപോലെ സാനിറ്റൈസർ, മാസ്ക്, അതുപോലെ പേഴ്സ്, വാച്ച്, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ടൂത്ത് പേസ്റ്റ്, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കോമൺ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി വേറെ ഒരു ലാസ്റ്റ് ലിസ്റ്റാണ് ടു ഡു ആൻഡ് ചെക്ക് ലിസ്റ്റ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഈ ലിസ്റ്റ് ഒന്ന് നോക്കും. അതായത് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ലോക്കൊക്കെ ചെയ്ത് ഇറങ്ങുമ്പോൾ നമ്മുടെ ഗ്യാസ് ബർണർ ഓഫാണോ, ഗ്യാസ് കുറ്റി ഓഫാണോ, വാട്ടർ ഹീറ്റർ ഓഫാണോ, അതുപോലെ ജനലെല്ലാം അടച്ചോ, അയൺ ബോക്സ് എല്ലാം അൺപ്ലഗ്ഡ് ആണോ, ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും ചെക്ക് ലിസ്റ്റ് ചെയ്യും. പിന്നെ ഒന്നും കൂടെ നമ്മുടെ ID കാർഡ്സ് ഒക്കെ കയ്യിലുണ്ടോ, അതുപോലെ നമ്മുടെ ചാർജർ, ലാപ്ടോപ്പിൻ്റെ ചാർജർ, ഫോൺ ചാർജർ, ഇതുപോലെയുള്ള സംഭവങ്ങൾ, വാട്ടർ ബോട്ടിൽ, ഇതുപോലെ ലാസ്റ്റ് മിനിറ്റ് ചെക്സിൽ
പ്രത്യേകം കുറച്ച് സംഭവങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് വെക്കും. ഇനി ഇത് പാക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേ 1 ഡേ 2 ഓരോ ദിവസത്തേക്കുമുള്ള കോസ്റ്റ്യൂംസ് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുള്ളതുകൊണ്ട് അതിനനുസരിച്ച് ആ സെയിം കോസ്റ്റ്യൂം എടുത്ത് വെക്കാനായിട്ട് എളുപ്പമുണ്ട്, ഒന്നും മിസ്സാവില്ല. അതുപോലെ ഓരോരുത്തരുടെയും സെപ്പറേറ്റ് ലിസ്റ്റ് ഉള്ളതുകൊണ്ട് ആ എടുത്ത് വെക്കുമ്പോൾ തന്നെ ഇതിൽ ഈ ഓരോ ലിസ്റ്റിൽ ടിക്കറ്റ് പോകും. അപ്പോൾ പിന്നീട് നമ്മൾ പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചില്ലേ എന്ന് പറയുന്ന ഡൗട്ട് നമുക്ക് വരില്ല. കാരണം നമ്മൾ ടിക്ക് ഇട്ടതുകൊണ്ട് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ പാക്കിംഗ് എല്ലാം ലാസ്റ്റ് ഡേയിലേക്ക് വെക്കാതെ ഒരു ദിവസം നേരത്തെ എല്ലാ പാക്കിങ്ങും കഴിഞ്ഞ് നമ്മളിപ്പം റോഡ് ട്രിപ്പാണ് പോകണമെങ്കിൽ ഏറ്റവും നല്ലത് കാറിൽ കയറ്റിയിട്ട് ഡിക്കിയിലൊക്കെ വെക്കുകയാണെങ്കിൽ സമാധാനമായിട്ട് പിറ്റേ ദിവസം റിലാക്സ്ഡ് ആയിട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ട്രിപ്പിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇതുപോലെ പ്ലാൻ ചെയ്ത് പോകുന്നത് കൊണ്ട് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട്, അതായത് നമുക്ക് 100% ഉറപ്പാണ് ഒന്നും മറന്നിട്ടില്ല എന്ന്, അങ്ങനെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രാവലിംഗ് ടിപ്സ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.